അങ്ങോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അത്ര പെട്ടെന്ന് പോകേണ്ടതുകൊണ്ടാണ് ഈ നാടകത്തിലെ അഭിനേതാക്കളെ മറ്റു പിന്നണിയുള്ളവരെയും പരിചയപ്പെടുത്തുന്നു. അശ്വിൻ കൈരളി എസ് ടി കോളേജിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞ സുജിത്ത് ഞങ്ങളുടെ ചണ്ട കലാകാരനാണ്. കുട്ടനാട്ടിലെ ഇപ്പോൾ ഒരു ചെറിയ വേഷം കൂടി ഇത് ചെയ്യുന്നു. സുനിത ജോയി എറണാകുളം നിവാസിയാണ്. ഒരു സർക്കാർ സർവീസിൽ ദിവ്യ തമ്പുരു ആലപ്പുഴ നിവാസിയാണ്, സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു. മാടൻ, നിങ്ങളെ വളരെ സന്തോഷിപ്പിച്ച മാടൻ അനേകം ഏകപാത്ര നാടകങ്ങളിലൂടെ, ജോസഫിൻ്റെ റേഡിയോ പോലുള്ള ഏകപാത്ര നാടകങ്ങളിലൂടെ 1000-ലധികം വേദികളിൽ നാടകം അവതരിപ്പിച്ച മാടനാണ്. നേരത്തെ ഞങ്ങളുടെ കക്കുകളി നാടകത്തിലെ കറമ്പൻ സഖാവായും മാടനായിരുന്നു ജയചന്ദ്രൻ ഉണ്ടായിരുന്നത്. കണ്ണൻ ഈ സെറ്റിൻ്റെ മുഴുവൻ ചുമതല വഹിക്കുന്നയാളാണ്. സെറ്റിൻ്റെ എക്സിക്യൂഷൻ കണ്ണനാണ് നിർവഹിക്കുന്നത്. അത് ശിവൻ അയോധ്യ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതുണ്ട്. 1986 കേരളത്തിൽ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന നാടകം നിരോധിക്കുകയുണ്ടായി. അന്ന് നാടകത്തിൽ ക്രിസ്തുവായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് 74-കാരനായ ഞങ്ങളുടെ ശിവൻ അയോധ്യ. ക്രിസ്തു കുരിശിലേറിയ കഥ നമുക്കറിയാം, പക്ഷേ ക്രിസ്തു കോടതിയിലെ കൂട്ടിൽ കയറി നിന്ന കഥ നമുക്കറിയില്ല. പക്ഷേ അന്ന് 86-ൽ നാടകം നിരോധിച്ചപ്പോൾ ഒരു പ്രതിഷേധ ജാഥ നാടക കലാകാരന്മാരെല്ലാം കൂടെ അന്നത്തെ സംവിധായകനായ PM ആന്റണിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ പട്ടണത്തിൽ നടത്തുകയുണ്ടായി. അന്ന് നടന്മാരെല്ലാം അവരുടെ വേഷത്തിലായിരുന്നു വന്നത്. അന്ന് ക്രിസ്തുവിൻ്റെ വേഷത്തിലായിരുന്നു ശിവനയോധ്യ വന്നത്. അന്ന് ആ ക്രിസ്തുവിൻ്റെ വേഷത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ ക്രിസ്തുവിൻ്റെ രൂപത്തിൽ കോടതിയിൽ കയറിയ ആളുകൂടിയാണ് ശിവനയോധ്യ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റു നാടകങ്ങളെല്ലാം വിശുദ്ധ പാപങ്ങളിലൊക്കെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളാണ്. സന്തോഷ് ദീർഘകാലമായി പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചിരുന്നു. അലീന സന്തോഷിൻ്റെ മകളാണ്. മഹാരാജാസ് കോളേജിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. സുനിൽ സർക്കാർ സർവീസിലാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി NGO-യുടെ സംസ്ഥാന നാടക മത്സരത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വിവേക് സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥിയാണ്. ആലപ്പുഴ നിവാസിയാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയാച്ചൻ എന്ന പ്രകാശ് ബാബു ഈ നാടകത്തിലെ സെറ്റിൻ്റെ ചുമതലയുമായാണ് എത്തിയത്. പക്ഷേ ഇപ്പോൾ ഇത് 2 പ്രധാന വേഷങ്ങൾ ഈ നാടകത്തിൽ ചെയ്യുന്ന പ്രിയാച്ചൻ ഞങ്ങളുടെ സംഘത്തിൻ്റെ നട്ടലുകൂടിയാണ്. ദീപക് സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥിയാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ മികച്ച സഹനടനുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. മോഹൻകുമാർ ഞങ്ങളുടെ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഈ ലൈറ്റ്